AC Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററായ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന പാഠഭാഗമാണ്. പ്രകാശത്തിന് കുറേ പ്രതിഭാസങ്ങളുണ്ട് പ്രകാശത്തിന്, ഇല്ലേ? അതിനെക്കുറിച്ചുള്ള നല്ല രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണത്. അപ്പം എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ചിത്രം ശ്രദ്ധിച്ചോ? ഒരു വെള്ളമുള്ള ഗ്ലാസ്സിലേക്ക് ഒരു സ്ട്രോ ഇട്ടിരിക്കുകയാണ്, അല്ലേ? അത് നോക്കുമ്പോൾ ആ സ്ട്രോ ആ വെള്ളമുള്ള ഭാഗത്ത് നേരെയാണോ ഇരിക്കുന്നത്? ഒന്ന് വളഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നമുക്ക് ആദ്യം തന്നെ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ഓക്കെ, fill 3/4 of a trough with water. Add 2 or 3 drops of milk into it. Cover the trough with a transparent sheet of paper. Fill the remaining space in the trough with a smoke. Then flash the light from a laser torch shown in the figure and observe the path of light. എന്താ അതിൽ പറയണേ? ഒരു ഗ്ലാസ് ട്രഫിൽ 1/4 ഭാഗത്തോളം ജലമെടുക്കുക. ജലത്തിൽ 1-2 തുള്ളി പാല് ചേർക്കുക. ട്രഫ് സുതാര്യമായ ഒരു പേപ്പർ ഷീറ്റ് കൊണ്ട് അടയ്ക്കുക. ട്രഫിൽ ബാക്കി വരുന്ന ഭാഗത്ത് സ്മോക്ക് നിറച്ച ശേഷം ഒരു ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ചിത്രത്തിൽ കാണുന്ന രീതിയിൽ പതിപ്പിച്ച് പ്രകാശപാത നിരീക്ഷിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം എന്താണ് അതിൽ ഒബ്സർവ് ചെയ്യുന്നതെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, അതിന് ചിത്രം കൊടുത്തത് കണ്ടില്ലേ? അതായത് ഒരു ചെരിച്ചിട്ടാണ് പ്രകാശം പതിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ആക്ടിവിറ്റി വായിച്ചു അല്ലേ? ഇതിലെന്താണ് ആ ചിത്രം നോക്കിക്കുക നിങ്ങൾ? അതിലെന്താ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്? ദ ലൈറ്റ് റേ സീം ടു ബി ഡീവിയേറ്റഡ്, അല്ലെ? പ്രകാശത്തിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്, ഇല്ലേ? ദ ഡീവിയേഷൻ അല്ലെങ്കിൽ ദ ബെൻഡിങ് ഒക്കേഴ്സ് അറ്റ് ദ സർഫസ് ഓഫ് ദി വാട്ടർ. എവിടെ വെച്ചിട്ടാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്? എവിടെ വെച്ചിട്ടാണ് ബെൻഡിങ് സംഭവിക്കുന്നത്? അറ്റ് ദ സർഫസ് ഓഫ് ദി വാട്ടർ, ജലത്തിന്റെ ഉപരിതലത്തിൽ വെച്ചിട്ടാണ്, അല്ലേ? ദാറ്റ് ഈസ് അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയ, അല്ലെ? ആ 2 മീഡിയകൾ നമ്മൾ സെപ്പറേഷൻ ചെയ്യുന്നിട്ടുള്ള ആ സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? പ്രകാശത്തിന് ഡീവിയേഷൻ അല്ലെങ്കിൽ ബെൻഡിങ് സംഭവിക്കുന്നത്. ലൈറ്റിന് ഡീവിയേഷൻ അല്ലെങ്കിൽ ബെൻഡിങ് സംഭവിക്കുന്നത്, പ്രകാശത്തിന് വ്യതിയാനം സംഭവിക്കുന്നത്, അല്ലേ? അപ്പോൾ വാട്ടറിൽ എങ്ങനെയാണ് ലൈറ്റ് റേ സഞ്ചരിക്കുന്നത്? ഇൻ വാട്ടർ ലൈറ്റ് റേസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ, അല്ലേ? അതുപോലെ തന്നെ സ്മോക്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ എയറിൽ എങ്ങനെയാണ്? ലൈറ്റ് റേസ് ഇൻ ഓൾസോ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, അല്ലേ? സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. എവിടെ വെച്ചിട്ടാണ് ആ ബെൻഡിങ് സംഭവിക്കുന്നത്? എവിടെ വെച്ചിട്ടാണ്? അറ്റ് ദ സർഫസ് ഓഫ് ദി വാട്ടർ അല്ലെങ്കിൽ അറ്റ് ദി സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയ. 2 മീഡിയകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ എൻഡിൽ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ലൈറ്റ് റേക്ക് ഡീവിയേഷൻ സംഭവിക്കുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. വിച്ച് ആർ ദ മീഡിയംസ് ത്രൂ വിച്ച് ലൈറ്റ് ട്രാവൽസ് വിത്തിൻ ദ ട്രഫ്? ഏതൊക്കെ ട്രഫിനുള്ളിൽ ഏതൊക്കെ മാധ്യമങ്ങളിലൂടെയാണ് പ്രകാശരശ്മി സഞ്ചരിക്കുന്നത്? ഏതൊക്കെയാണ് പ്രകാശം സഞ്ചരിക്കുന്നത്? ഏതൊക്കെ മാധ്യമങ്ങളിലൂടെയാണ്? ലൈറ്റ് ട്രാവൽസ് ത്രൂ 2 മീഡിയംസ്, വാട്ടർ ആൻഡ് എയർ ഓർ സ്മോക്ക്. ഓക്കെ, ലൈറ്റ് ട്രാവൽസ് ത്രൂ 2 മീഡിയംസ്, വാട്ടർ ആൻഡ് എയർ. ഓക്കെ, നെക്സ്റ്റ്, ഹൗ വിൽ ദ പാത്ത് ഓഫ് ലൈറ്റ് റേ ബി when it passes through only one medium? അതായത് ഒരു മാധ്യമത്തിലൂടെ മാത്രം സഞ്ചരിക്കും പ്രകാശപാതയുടെ ദിശ പ്രകാരമായിരിക്കും. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈനിലാണ്. ഇൻ വൺ മീഡിയം ലൈറ്റ് റേ ഈസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഒരു മാധ്യമത്തിൽ പ്രകാശം സഞ്ചരിക്കുന്നത് നേർരേഖയിലാണ്. Next, is there any deviation in the direction of the ray of light when it enters obliquely from one medium to another? അതായത് ഒന്നാമത്തെ മാധ്യമത്തിൽ നിന്ന് രണ്ടാമത്തെ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പ്രവേശിക്കുമ്പോൾ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Is there any deviation in the direction of ray of light when it enters obliquely from one medium to another? When light enters from one medium to another, obliquely it bends, അല്ലേ? ഒബ്ലിക്ലി ലൈറ്റ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ, one medium to anotherലേക്ക് കടക്കുമ്പോൾ, ഒബ്ലിക്ലി എൻ്റർ ചെയ്യുമ്പോൾ എന്താ? ഇറ്റ് ബെൻസ്. എന്ത് ചെയ്യുന്നത്? അതിൻ്റെ പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്, അല്ലേ? അത് ബെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇല്ലേ, നമ്മൾ കണ്ടു, ഇല്ലേ? Where does the ray of light undergo change in direction? പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത് എവിടെ വെച്ചാണ്?
വേർ ഡസ് ദ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോ എ ചേഞ്ച് ഇൻ ഡയറക്ഷൻ? എവിടെ വെച്ചിട്ടാണ്? അത് നമ്മൾ ഒബ്സർവേഷൻ നോട്ട് എവിടെ വെച്ചിട്ടാണ്? ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഒക്കേഴ്സ് അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ. എവിടെ വെച്ചിട്ടാണ് വ്യതിയാനം സംഭവിക്കുന്നത്? മാധ്യമങ്ങളെ വേർതിരിക്കുന്ന പ്രതലത്തിൽ വെച്ചിട്ടാണ് പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ലൈറ്റ് റേക്ക് എന്തുണ്ടാവുന്നത്? ഡീവിയേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഉണ്ടാവുന്നത് എവിടെ വെച്ചിട്ടാണ്? അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ, മാധ്യമങ്ങളെ വേർതിരിക്കുന്ന പ്രതലത്തിൽ വെച്ചാണ്. ഓക്കെ, നമ്മൾ ഈ പ്രവർത്തനത്തിൽ എങ്ങനെ ചെയ്തത്? ലൈറ്റ് റേ ഒബ്ലിക്കലി ആണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റു മാധ്യമത്തിലേക്ക് നമ്മൾ ലൈറ്റ് റേ ഒബ്ലിക്കലി ആണ് ലേസർ ടോർച്ച് അടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ലേസർ ടോർച്ചിനെ പെർപെൻഡിക്കുലർ ആയിട്ട് വാട്ടറിലേക്ക് അടിച്ചു നോക്കിയാൽ എന്താണ് കാണാൻ പറ്റുന്നത് നോക്കാം. ഓക്കെ, അലോ ലൈറ്റ് ഫ്രം എ ലേസർ ടോർച്ച് ടു ഫോൾ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് വാട്ടർ ടേക്കൺ ഇൻ ദ ട്രഫ്. ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ട്രഫിലെ ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് ലംബമായിട്ട്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടൊന്ന് പതിപ്പിച്ച് നോക്കാൻ പറയുന്നുണ്ട്. ചിത്രം കണ്ടില്ലേ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? എന്താണ് ഒബ്സർവ് ചെയ്യേണ്ടത് നിങ്ങൾ? എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ? ദർ ഈസ് നോ ഡീവിയേഷൻ ഇൻ ദ പാത്ത് ഓഫ് റേ ഓഫ് ലൈറ്റ്. പ്രകാശത്തിന്റെ പാതയ്ക്ക് അല്ലെങ്കിൽ ദ പാത്ത് ഓഫ് ദി ലൈറ്റിന് എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിക്കുന്നത്? ദർ ഈസ് നോ ഡീവിയേഷൻ അല്ലേ? ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നില്ല ഇൻ ദ പാത്ത് ഓഫ് ദി റേ ഓഫ് ലൈറ്റ്. ഓക്കെ, പ്രകാശത്തിന്റെ പാതയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അല്ല, വ്യതിയാനം സംഭവിക്കുന്നുണ്ടോ? ഇല്ല, പ്രകാശപാതയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്? ഈ രണ്ട് പ്രവർത്തനം നമ്മൾ കണ്ടു ഇല്ലേ? ആ ആക്ടിവിറ്റീസിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ എ സിംഗിൾ മീഡിയം ദ പാത്ത് ഓഫ് ലൈറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. എന്താ പറയുന്നത്? ഒരു മാധ്യമത്തിൽ പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഒരു മാധ്യമത്തില് പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. When light travels through a single medium, the path of light will be straight line. Single medium path of light എങ്ങനെയാണ്? Straight line. Okay. When light enters obliquely from one medium to another, it deviates at the surface of separation of two media. എന്താ പറയണേ? ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പതിക്കുമ്പോൾ മാധ്യമങ്ങളെ വേർതിരിക്കുന്ന പ്രതലത്തിൽ വെച്ച് അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. When light enters obliquely നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. When light enters obliquely from one medium to another, it deviates at the surface of separation of two media. It deviates at the surface of separation of two media. At the surface of separation of two media. Light enters obliquely from one medium to another. It deviates at the surface of separation of two media. Okay. നെക്സ്റ്റ് എന്താണ്? ഇഫ് ദ ലൈറ്റ് എൻറ്റേഴ്സ് ടു ദ മീഡിയ പെർപെൻഡിക്കുലർലി ഇറ്റ് ഡസൻറ്റ് അണ്ടർഗോ ഡീവിയേഷൻ. അല്ലേ? അതും നമ്മൾ കണ്ടു അല്ലേ? ഒരു മാധ്യമത്തിന്റെ പ്രതലത്തിന് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. പെർപെൻഡിക്കുലർ ആയിട്ട് പതിക്കുന്ന പ്രകാശരശ്മിക്ക് വ്യതിയാനം അല്ലെങ്കിൽ ഡീവിയേഷൻ സംഭവിക്കുന്നില്ല. ദ ലൈറ്റ് എൻറ്റേഴ്സ് ടു ദ മീഡിയ പെർപെൻഡിക്കുലർലി ഇറ്റ് ഡസൻറ്റ് അണ്ടർഗോ ഡീവിയേഷൻ. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വൈ ഡീവിയേഷൻ ഒക്കേഴ്സ് വെൻ ലൈറ്റ് റേസ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ ഒബ്ലിക്കലി? അതായത് എന്തുകൊണ്ടാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു കിടക്കുമ്പോൾ പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ്? ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ഡിഫറെന്റ് മീഡിയംസ്. എന്താണ്? ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ഡിഫറെന്റ് മീഡിയംസ്. അതായത് പ്രകാശത്തിന്റെ വേഗത, സ്പീഡ് ഓഫ് ലൈറ്റ് ഓരോ മീഡിയത്തിലും എന്താണ്? വ്യത്യാസമാണ്, ഡിഫറെന്റ് ആണ്. ഓക്കെ. വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ ഇറ്റ് സ്പീഡ് വിൽ ചേഞ്ച്. അല്ലേ? അതായത് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ പ്രകാശവേഗത വ്യത്യാസപ്പെടുന്നു ഇല്ലേ? ദിസ് കോസസ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് റേ അല്ലെങ്കിൽ ഡീവിയേറ്റ്. It causes the change in direction of the light ray, or this causes deviates the light ray. അല്ലേ? അതായത് ഒരു പ്രകാശത്തിന്റെ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന്റെ വേഗത വ്യത്യാസപ്പെടുന്നത് മൂലം എന്തുണ്ടാവുന്നു? അവിടെ ഡീവിയേഷൻ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ദി ലൈറ്റ് റേയുടെ ഡയറക്ഷന് ചേഞ്ച് ഉണ്ടാവുന്നു. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. വൈ ഡീവിയേഷൻ ഒക്കേഴ്സ് വെൻ ദ ലൈറ്റ് റേസ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ ഒബ്ലിക്കലി.
ഒബ്ലിക്കലി അത് നോട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ട് വേണം. കാരണം ഒബ്ലിക്കലി എന്നുള്ളൊരു പോയിന്റ് അവിടെ വരുന്നത്. ഒബ്ലിക്കലി പ്രവേശിക്കുമ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റേ മീഡിയത്തിലേക്ക് ലൈറ്റ് ഒബ്ലിക്കലി കിടക്കുമ്പോൾ എൻറ്റർ ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഡിഫറെൻറ്റ് മീഡിയംസ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ ഇറ്റ് സ്പീഡ് വിൽ ചേഞ്ച്. ദിസ് കോസസ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് റേ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി നോക്കാം. ഒബ്സർവ് ദ സ്പീഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് എ ടോയ് കാർ മൂവിങ് ഫ്രം എ സ്മൂത്ത് സർഫസ് ടു എ റഫ് സർഫസ്. അതായത് ഇവിടെ ചിത്രത്തിൽ കണ്ടില്ലേ, ഒരു ടോയ് കാർ തന്നിട്ടുണ്ട്. ആ ടോയ് കാർ സ്മൂത്ത് സർഫസിൽ നിന്ന് റഫ് സർഫസിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കുമ്പോൾ എന്താണ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഉണ്ടോ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഈസ് ദർ എ ചേഞ്ച് ഇൻ ഡിറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കാർ? ഉണ്ടോ? യെസ്, ദർ ഈസ് ചേഞ്ച് ഇൻ ഡിറക്ഷൻ ഓഫ് ദി കാർ. അല്ലേ, ഒരുമാതിരി സ്മൂത്ത് സർഫസിൽ ഇങ്ങനെ വന്ന് ചെരിഞ്ഞ് കടന്നപ്പോൾ അവിടെ ആ സർഫസിൽ നിന്ന് റഫ് സർഫസിലേക്ക് കിടക്കുമ്പോൾ ഡയറക്ഷന് ചേഞ്ച് ഉണ്ടാവുന്നില്ലേ? ഉണ്ട്, ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. വേർ ഡസ് ദിസ് ചേഞ്ച് ഒക്കെ എവിടെ വെച്ചിട്ടാണ് ആ ചേഞ്ച് സംഭവിക്കുന്നത്? അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ. ആ രണ്ട് മീഡിയവും തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സർഫസുകൾ തമ്മിലുള്ള ആ സെപ്പറേഷൻ്റെ അവിടെ വെച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ആ സ്പീഡിന് വ്യത്യാസം വരുന്നത് അല്ലെങ്കിൽ ഡിറക്ഷന് വ്യത്യാസം വരുന്നത് അല്ലേ? കാറിന് ഡിറക്ഷന് വ്യത്യാസം, സ്പീഡ് ആൻഡ് ഡിറക്ഷന് വ്യത്യാസം വരുന്നത് അല്ലേ? ഡിഡ് ദ കാർ മൂവ് വിത്ത് സെയിം സ്പീഡ് ഓൺ ബോത്ത് സർഫസ്? എന്താ ചോദിച്ചിരിക്കുന്നത്? മിനുസമുള്ള പ്രതലത്തിലൂടെയും പരിപരുത്ത പ്രതലത്തിലൂടെയും ഒരേ വേഗത്തിലാണോ കാർ നീങ്ങുന്നത്? ആണോ? ദ കാർ മൂവ് ഇൻ ഹയർ സ്പീഡ് അറ്റ് സ്മൂത്ത് സർഫസ് ആൻഡ് ലോവർ സ്പീഡ് അറ്റ് റഫ് സർഫസ്. ഒരേപോലെ അല്ല അല്ലേ കാർ ഒരേ സ്പീഡിലല്ല കാർ പോണത് അല്ലേ? എന്താണ് സ്മൂത്ത് സർഫസിൽ നല്ല സ്പീഡിലായിരിക്കും പോണത് അല്ലേ? എന്നാൽ റഫ് സർഫസിലേക്ക് എത്തിയപ്പോൾ എന്താണ് ലോവർ സ്പീഡായി അല്ലേ? സ്പീഡ് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഓരോ മാധ്യമത്തിലും സ്പീഡും ഡിറക്ഷനും ഒക്കെ വ്യത്യാസമുണ്ട് അല്ലേ? അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഓരോ മീഡിയത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എയറിൽ എന്താണ് സ്പീഡ് ഓഫ് ലൈറ്റ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. വാട്ടറിലോ 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ആണിത്. ഗ്ലാസ്സിൽ എങ്ങനെയാണ്? 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഡയമണ്ടിൽ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഓക്കെ, അതായത് വിവിധ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗമാണ് കാണിച്ചിരിക്കുന്നത്. എന്താണ്? വായുവിൽ എന്താണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അതുപോലെ ജലത്തിൽ എന്താണ്? 2 × 2.5 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. അതുപോലെ ഗ്ലാസ്സിൽ എന്താണ്? 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. വജ്രത്തിൽ അല്ലെങ്കിൽ ഡയമണ്ടിൽ എന്താണ്? 1.25 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഓക്കെ, അതും നോട്ട് ചെയ്ത് പഠിച്ചേക്കും കേട്ടോ. ഇനി നമുക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണെന്ന് നോക്കാം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പ്രകാശിക സാന്ദ്രത. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത എന്താണെന്ന് നോക്കാം. ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എന്താ മനസ്സിലായി? ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവിനെ മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നു. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവിനെ എന്ത് പറയുന്നു? മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നു. ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ദ എബിലിറ്റി ഓഫ് എ മീഡിയം to influence the speed of light through the medium is its optical density. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മീഡിയത്തിലും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഓരോ മീഡിയത്തിലും എയറിലായിക്കോട്ടെ, ഡയമണ്ടിലായിക്കോട്ടെ, വാട്ടറിലായിക്കോട്ടെ, ഗ്ലാസ്സിലായിക്കോട്ടെ, എല്ലാത്തിലും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഡയമണ്ടിലാണ്, ഏറ്റവും കുറവുള്ളത് ഇതിലാണ്, എയറിലാണ്. അപ്പോൾ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഒന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എയറിനാണ്, പിന്നെ വരുന്ന ഇതിനാണ്
പിന്നെ വരുന്നത് വാട്ടറിനാണ്, പിന്നെ ഗ്ലാസ്, ഏറ്റവും കൂടുതൽ വരുന്നത് ഡയമണ്ട്. അപ്പം അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഏതാണ്? എയർ, വാട്ടർ, ഗ്ലാസ്, ദെൻ ഡയമണ്ട്. ഓക്കെ. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റും തമ്മിലൊരു ചെറിയ ഒരു കണക്ഷൻ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏതിനാണ്? എയറിനാണെങ്കിൽ അതിൻ്റെ പ്രകാശ വേഗത വളരെ കൂടുതലായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഡയമണ്ടിലാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ, അതിൻ്റെ പ്രകാശ വേഗത വളരെ കുറവായിരിക്കും. ഓക്കെ. സ്പീഡ് ഓഫ് ദി ലൈറ്റ് ഡിക്രീസസ് വിത്ത് ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. സ്പീഡ് ഓഫ് ദി ലൈറ്റ് ഹയർ ഇൻ ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലെ പ്രകാശത്തിന്റെ വേഗം കുറവായിരിക്കും. സ്പീഡ് ഓഫ് ദി ലൈറ്റ് ഡിക്രീസസ് വിത്ത് ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. നെക്സ്റ്റ് എന്താ പറയുന്നത്? പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗം കൂടുതലായിരിക്കും. സ്പീഡ് ഓഫ് ദി ലൈറ്റ് ഹയർ ഇൻ ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ അപവർത്തനാങ്കം എന്ന് പറയും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. എന്താണ് അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ, പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ശൂന്യതയിലുള്ള ലൈറ്റിൻ്റെ വേഗതയും അതുപോലെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം, അതുപോലെ തന്നെ എന്താണ് മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഓക്കെ. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു ഇക്വേഷൻ പറയുന്നുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ഈസ് ഈക്വൽ ടു C/V. C എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. എത്രയാണ് സ്പീഡ് ഓഫ് ലൈറ്റ്? വാക്വത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. V എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം, മീഡിയത്തിലുള്ള പ്രകാശത്തിൻ്റെ വേഗതയാണ് V എന്ന് പറയുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ് C, അതായത് ശൂന്യതയിലുള്ള പ്രകാശത്തിൻ്റെ വേഗതയാണ്. അത് എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഓരോ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എയറിൽ ഏതാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ് അതിൻ്റെ? N ഈസ് ഈക്വൽ ടു C/V. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് C എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ V എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. മീഡിയത്തിലുള്ളത് ഏതാണ്? എയറിലുള്ളത് ഏതാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? N ഈസ് ഈക്വൽ ടു 1 വരും. ഓക്കെ. ഗ്ലാസ്സിൽ ഇനി അടുത്തത്, ഗ്ലാസ്സിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്ലാസിൻ്റെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ C എന്ന് പറയുന്നത് എന്താണ്? C എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്പീഡ് ഓഫ് ലൈറ്റിന് വാക്വമാണ്, 3 × 10⁸. V എന്ന് പറയുന്നത് ഏതാണ്? ഗ്ലാസിൻ്റെ ഉള്ള സ്പീഡ്, ആ മീഡിയത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ്, അത് V ഈസ് ഈക്വൽ ടു 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ആൻസർ എന്താ വരിക? 1.5 ആണ് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതുപോലെ വാട്ടറിൻ്റെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വാട്ടറിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ്, മീഡിയത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. C എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്താ? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു 1.33 ആണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇത് ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്ത് പഠിക്കുക, അതുപോലെ നോട്ട് പുസ്തകത്തിലും എഴുതി പഠിക്കുക കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായാലും എക്സാമിന് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് നോട്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. ഈ ടെക്സ്റ്റ് പുസ്തകത്തിൽ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.4, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ ഇറ്റ്? അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.4 നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ്
ഡയമണ്ടിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് വി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഈസ് ഈക്വൽ ടു c/v ആണ്. സോ v ഈസ് ഈക്വൽ ടു c/n വരും. ഓക്കെ, അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് v ഈസ് ഈക്വൽ ടു c/n ഈസ് ഈക്വൽ ടു 3 × 10�8 അല്ലേ. c എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്, ബൈ n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് എന്താണ് n 2.4 ആണ്. സോ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് എന്ത് ഡയമണ്ടിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? അതായത് പ്രകാശവേഗം അപവർത്തനാങ്കവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രകാശവേഗം അപവർത്തനാങ്കവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻക്രീസസ് ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിക്രീസസ് അല്ലേ. നമ്മൾ ആ ഇക്വേഷൻ എടുത്ത് നോക്കിയേക്ക്. സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് വി ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് n ആണ്. സോ n ഈസ് ഈക്വൽ ടു c/v അല്ലേ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്, ഡിക്രീസ് ചെയ്യുന്നു. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻക്രീസസ് ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിക്രീസസ്. അതാണ് സ്പീഡ് ഓഫ് ലൈറ്റും അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്രാക്ഷനാണ്, അപവർത്തനം. എന്താണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടീച്ചർ ഇവിടെ 2 ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്താണ് കാണിച്ചിരിക്കുന്നത്? ഗ്ലാസ്സിലൊരു സ്ട്രോ ചെരിച്ച് വയ്ക്കുന്നുണ്ട്, പിന്നീട് അതിലേക്ക് ചിത്രത്തിലേതുപോലെ വെള്ളം നിറയ്ക്കുന്നുണ്ട്. എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. A straw is kept obliquely in a glass as shown in figure. Then glass is filled with water. What difference do you observe? എന്താണ് നിങ്ങൾ അതിൽ ഒബ്സർവ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ആദ്യം ഗ്ലാസ്സിലേക്ക് ഒരു പെൻസിൽ ചെരിച്ച് വെക്കുന്നു, എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ എന്താണ് നിങ്ങൾ അതിൽ ഒബ്സർവ് ചെയ്യുന്നത്? നമുക്ക് ഒബ്സർവേഷൻ നോക്കാം. എന്താണ് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്? അറ്റ് ഫസ്റ്റ് ദ സ്ട്രോ ഈസ് സ്ട്രെയിറ്റ് അല്ലേ. വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ എന്തായിരുന്നു? ആ പെൻസിൽ അല്ലെങ്കിൽ ആ സ്ട്രോ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരുന്നിരുന്നത് അല്ലേ. ചിരിച്ച് വയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരുന്നത്. ആഫ്റ്റർ ഫില്ലിങ് ദ ഗ്ലാസ് വിത്ത് വാട്ടർ ദ സ്ട്രോ സീംസ് ടു ബി ബെൻഡ്. എന്താ ഉണ്ടാവുന്നത്? ജലം നിറച്ചതിന് ശേഷം സ്ട്രോ എന്തായി, ഒടിഞ്ഞതായിട്ട് തോന്നുന്നുണ്ട് ഇല്ലേ. ആദ്യം ഗ്ലാസ്സിൽ സ്ട്രോ ചെരിഞ്ഞ് തന്നെയാണ് കാണുന്നത്, പിന്നെ ജലം നിറച്ചതിന് ശേഷം സ്ട്രോ എന്തായി, ഒടിഞ്ഞതായി അല്ലെങ്കിൽ ബെൻഡ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഇല്ലേ. പിന്നെന്താ, ദ ബെൻഡിങ് ഈസ് സീൻ അറ്റ് ദ സർഫസ് ഓഫ് വാട്ടർ. ജലത്തിന്റെ ഉപരിതലത്തിൽ വെച്ചാണ് സ്ട്രോ ഒടിഞ്ഞതായി തോന്നുന്നത് അല്ലേ. പകുതി വെച്ചിട്ടല്ല. പെൻസിൽ അല്ലെങ്കിൽ ആ സ്ട്രോ ഒടിഞ്ഞതായിട്ട് തോന്നുന്നത് എവിടെയാണ്? ജലത്തിന്റെ ഉപരിതലത്തിൽ വെച്ചിട്ടാണ്, ജലത്തിന്റെ വാട്ടറിന്റെ സർഫസിൽ വെച്ചിട്ടാണ്, സർഫസ് ഓഫ് വാട്ടർ. ദ ബെൻഡിങ് ഈസ് സീൻ അറ്റ് ദ സർഫസ് ഓഫ് വാട്ടർ. ഹൗ ഡു വി സീ ആൻ ഒബ്ജക്റ്റ്? അപ്പം അങ്ങനെ കാണാൻ എന്താണ് കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കാരണം? ലൈറ്റ് ഫോളിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ്. ദിസ് റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് റീച്ച് അവർ ഐസ് ആൻഡ് ദസ് വി ക്യാൻ സീ ദാറ്റ് ഒബ്ജക്റ്റ്. എന്താ പറയണേ അതിൽ? ജലത്തിൽ നിന്ന് പ്രകാശരശ്മി വായുവിലേക്ക് കിടക്കുമ്പോൾ വ്യതിയാനം സംഭവിച്ച ശേഷമാണ് കണ്ണിലെത്തുന്നത്. അതിനാലാണ് സ്ട്രോ ഒടിഞ്ഞതായി തോന്നുന്നത്. ജലത്തിൽ നിന്ന് പ്രകാശരശ്മി വായുവിലേക്ക് കടക്കുമ്പോൾ വ്യതിയാനം സംഭവിച്ച ശേഷമാണ് കണ്ണിൽ എത്തുന്നത്. അതിനാലാണ് സ്ട്രോ ഒടിഞ്ഞതായിട്ട് തോന്നുന്നത്. ലൈറ്റ് ഫോളിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ്. ദിസ് റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് റീച്ച് അവർ ഐസ് ആൻഡ് ദസ് വി ക്യാൻ സീ ദാറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ജലത്തിൽ നിന്ന് പ്രകാശരശ്മി വായുവിലേക്ക് കടക്കുമ്പോൾ, എയറിലേക്ക് കടക്കുമ്പോഴാണ് വ്യതിയാനം സംഭവിച്ചു. അതിനുശേഷമാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. അതിനാലാണ് സ്ട്രോ എന്തായിട്ട് കാണുന്നത്, ഒടിഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാത്ത് ഓഫ് ലൈറ്റ് റേ ആണ്. അതായത് പ്രകാശരശ്മിയുടെ പാത എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ഒരു ട്രഫിൽ ജലം ഒഴിക്കുന്നതിന് മുമ്പും വാട്ടർ ഒഴിച്ചതിന് ശേഷവും ട്രഫിലിരിക്കുന്ന സ്ട്രോയിൽ നിന്ന് നമ്മുടെ കണ്ണിൽ പതിക്കുന്ന പ്രകാശരശ്മിയുടെ പാത ചിത്രീകരിച്ച് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഈ സ്ട്രോ ഈസ് കെപ്റ്റ് ഇൻ എ ട്രഫ്. ഒബ്സർവ് the path of the rays of light from the straw falling on the ice before and after filling the trough with water.
വെള്ളം ഒഴിക്കുന്നതിന് മുമ്പും ശേഷവും ട്രഫിലിരിക്കുന്ന സ്ട്രോയിൽ നിന്ന് നമ്മുടെ കണ്ണിൽ പതിക്കുന്ന ലൈറ്റ് റേയുടെ പ്രകാശരശ്മിയുടെ പാത നിരീക്ഷിച്ച് ചിത്രീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് സ്ട്രോയുടെ ബി ഭാഗം കാണുന്നില്ലേ? അതിൽ ചിത്രത്തിൽ ബി എവിടെയാണ്? ആ ടഫിൻ്റെ അടിഭാഗത്ത് കാണുന്നില്ലേ ബി? ആ ബി ഭാഗത്ത് നിന്ന് കണ്ണിൽ വന്ന് പതിക്കുന്ന ലൈറ്റ് റേക്ക് എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്? ഈസ് ദർ എ ഡീവിയേഷൻ ഫോർ എ റേ ഓഫ് ലൈറ്റ് ഫോളിംഗ് ഓൺ ദ ഐ ഫ്രം ദ പോയിന്റ് ബി ഓഫ് ദ സ്ട്രോ ബിഫോർ പോറിംഗ് ദ വാട്ടർ. അപ്പോൾ ജലമൊഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഡീവിയേഷൻ അവിടെ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ കണ്ണിൽ എവിടെയാണ് സ്ട്രോ ഇരിക്കുന്നത് അവിടെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്ന ലൈറ്റ് റേക്ക് എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ജലമൊഴിക്കുന്നതിന് മുമ്പ് സ്ട്രോയിൽ നിന്ന് കണ്ണിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മിക്ക് ഒരു ദിശാവ്യതിയാനവും സംഭവിക്കുന്നില്ല അല്ലേ? ബിഫോർ പോറിംഗ് ദ വാട്ടർ ദ ലൈറ്റ് റേ ഫോളിംഗ് ഓൺ ദ ഐ ഫ്രം സ്ട്രോ ഹാസ് നോ ഡീവിയേഷൻ. ഓക്കെ, ഇനി ജലം ഒഴിച്ച ശേഷം ബിയിലാണ് നമ്മൾ പ്രകാശരശ്മി യഥാർത്ഥത്തിൽ വരുന്നതെങ്കിലും ജലം ഒഴിച്ചതിന് ശേഷം സി എന്ന ഭാഗത്ത് വരുന്നതായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്. ഓക്കെ, ജലം ഒഴിച്ച ശേഷം അവിടെ ചിത്രത്തിൽ നോക്കും. ജലം ഒഴിച്ച ശേഷം എങ്ങനെയാണ് നമ്മൾ കണ്ണിൽ വന്ന് പതിക്കുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാണ്? സി എന്ന ഭാഗത്താണ് കാണുന്നത് അല്ലേ? ബി എന്ന ഭാഗത്തല്ല കാണുന്നത്. അപ്പോൾ അവിടെ ദിശാവ്യതിയാനം ലൈറ്റ് റേക്ക് അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ? ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ? അവിടെ എന്താണ്? പ്രകാശരശ്മി യഥാർത്ഥത്തിൽ ബിയിൽ നിന്നാണ് വരുന്നത്, എന്നാൽ സിയിൽ നിന്ന് വരുന്നതായാണ് നമുക്ക് കാണുന്നത് അല്ലേ? ബി എന്ന യഥാർത്ഥ സ്ഥാനം സിയിലേക്ക് ഉയർന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ? ബിയിലിരിക്കുന്നത് സിയിലേക്ക് ഉയർന്നിട്ടാണ് കാണുന്നത് അല്ലേ? ബി എന്ന് പറയുന്ന ഏറ്റവും അടിയിലായിട്ടാണ് നമുക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് കണ്ടത്. വെള്ളം ഒഴിച്ചതിന് ശേഷം അത് സിയിലായിട്ടാണ് കാണുന്നത് അല്ലേ? അപ്പോൾ ആക്ച്വൽ പൊസിഷൻ എന്താ ചെയ്തു? റൈസൺ ചെയ്തു. ദ ആക്ച്വൽ പൊസിഷൻ ഓഫ് ബി സീംസ് ടു ഹാവ് റൈസൺ ടു ദ പൊസിഷൻ സി. സിയിലേക്ക് ഉയർന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അല്ലേ? അതായത് ഒരു മീഡിയത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മീഡിയത്തിലേക്ക് പ്രകാശം ഒബ്ലിക്കലി പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഈ മീഡിയങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് അതിൻ്റെ പാത്തിന് ഡീവിയേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം എന്ന് പറയുന്നത്. എന്താണ്? വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി ഫ്രം വൺ മീഡിയം ടു അനദർ ഓഫ് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ഇറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദി മീഡിയംസ്. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് റിഫ്രാക്ഷൻ എന്ന്. ഇത് രണ്ട് ഡിഫറെൻ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ഉള്ള മീഡിയത്തിൽ നിന്ന് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റേ ഒബ്ലിക്വലി അല്ലെങ്കിൽ ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട് എന്താണ് അവിടെ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട് ഇല്ലേ? ഇറ്റ് അണ്ടർഗോസ് ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദി ടു മീഡിയംസ്. ആ രണ്ട് മീഡിയത്തിൻ്റെ ആ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട് അവിടെ ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഈ ഫിനോമിനെ പറയുന്ന പേരാണ് എന്ത്? അപവർത്തനം എന്ന് പറയുന്നത്. അപവർത്തനം അതായത് റിഫ്രാക്ഷൻ. When a ray of light enters obliquely from one medium to another of different optical densities, it undergoes a deviation at the surface of separation of the mediums. This phenomenon is called a refraction. അപ്പോൾ നമ്മളവിടെ മെയിനായിട്ട് നോട്ട് ചെയ്ത് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേ ഓഫ് ലൈറ്റ് എങ്ങനെയാണ് ഒബ്ലിക്കലിയാണ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കിടക്കുന്നത്. ആ രണ്ട് മീഡിയങ്ങൾ തമ്മിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട്, ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കുന്നു? ഡീവിയേഷൻ സംഭവിക്കുന്നു. എവിടെ വെച്ചിട്ട്? അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ടു മീഡിയംസ്. ഈ മീഡിയത്തിൻ്റെ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട് ലൈറ്റ് റേക്ക് ഡീവിയേഷൻ സംഭവിക്കുന്നു. ഇതിനെയാണ് പറയുന്നത് എന്ത്? റിഫ്രാക്ഷൻ. അപ്പോൾ ഒബ്ലിക്കലി ചെരിഞ്ഞ് കിടക്കുന്നത് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിട്ടുള്ള മീഡിയ ആണ്. എവിടെയാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്? അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദി മീഡിയംസ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനുമാണ്. എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതന കോൺ എന്ന് പറയും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പതന കോൺ എന്ന് പറഞ്ഞാൽ പതിക്കുന്ന രശ്മിയും പതന രശ്മിയും അതുപോലെ തന്നെ പതന ബിന്ദുവിലും ലംബത്തിനും ഇടയിലുള്ള പതന ബിന്ദുവിലെ ലംബത്തിനും ഇടയിലുള്ള കോണാണ് എന്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഥവാ പതന കോൺ എന്ന് പറയുന്നത്. അതായത് അവിടേക്ക് പതിക്കുന്ന രശ്മിയും അതുപോലെ തന്നെ ആ ഒരു ലംബവും തമ്മിലുള്ള കോണാണ് എന്ത് പതന കോൺ. അവിടേക്ക് ഒരു രശ്മി വന്ന് പതിക്കുന്നു, എന്നിട്ട് അത് റിഫ്രാക്ട് ചെയ്യുന്നു. അല്ലേ? അപ്പോൾ പതിക്കുന്ന കോൺ എന്ന് പറയുന്നത് പതന കോൺ എന്ന് പറയുന്നത് പതിക്കുന്ന രശ്മിയും അതുപോലെ തന്നെ നോർമലും തമ്മിലുള്ള കോണാണ് പതന കോണ് അഥവാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള കോണ്. അതായത് റിഫ്രാക്റ്റഡ് റേ എന്ന് പറഞ്ഞാൽ പ്രതിപതിക്കുന്ന കോൺ, പ്രതിപതന കോൺ, അതായത് അപവർത്തന കോൺ. റിഫ്രാക്ട് ചെയ്തിട്ടുള്ള റേയും അതുപോലെ തന്നെ ആ നോർമലും തമ്മിലുള്ള കോണാണ് എന്ത് അപവർത്തന കോൺ, അതായത് 6. ഐ എന്ന് പറയുന്നത് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസും 6 എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനുമാണ്. ഓക്കെ, ആ രണ്ട് ചിത്രത്തിൽ നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എയറിൽ നിന്ന് വാട്ടറിലേക്ക് കിടക്കുകയാണ് അല്ലേ, ആരോ മാർക്ക് ഉണ്ടോ, A to B പതിക്കുകയാണ്, രശ്മി പതിക്കുകയാണ്, എന്നിട്ട് അത് റിഫ്രാക്ട് ചെയ്ത് പോകുന്നതാണ് B to C എന്ന് കാണിക്കുന്നത്. പിന്നെന്താണ് രണ്ടാം ചിത്രത്തിൽ R to Q എന്ന് പറയുന്നതാണ്, അല്ല R to Q അല്ല, രണ്ടാമത്തെ ചിത്രത്തിൽ എങ്ങനെയാണ് P to Q ആണ് അവിടെ പതിക്കുന്ന രശ്മി, വാട്ടറിൽ നിന്ന് എയറിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ P to Q ആണ് അവിടെ എന്ത് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് P to Q ആണ്. Q to R എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ ആണ് അല്ലേ, അത് റിഫ്രാക്ട് ചെയ്ത് പോയിട്ടുള്ള റേ ആണ്, പ്രതിപതിച്ച് പോയിട്ടുള്ള രശ്മിയാണത് Q to R എന്ന് പറയുന്നത്. അപ്പം അത് തമ്മിലുള്ള കോണാണ് ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. P to Q R ഇൻസിഡന്റ് റേയും അതുപോലെ തന്നെ നോർമൽ തമ്മിലുള്ള കോണാണ് I എന്ന് പറയുന്നത്, ഇൻസിഡന്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും. അതുപോലെ റിഫ്രാക്ട് ചെയ്തിട്ടുള്ള രശ്മി അതായത് Q to R അതും അതിൻ്റെ നോർമലും തമ്മിലുള്ള കോണാണിത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്, അതായത് R എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഈ രണ്ട് ചിത്രത്തിൽ നിന്നുള്ള ഇൻസിഡന്റ് റേ ആണ്, ഇൻസിഡന്റ് റേ ഏതാണ്, റിഫ്രാക്റ്റഡ് റേ ഏതാണ്, അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏതാണ്, അതുപോലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ഓർ ലെസ് ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെ ഏറ്റവും ഫസ്റ്റ് ചിത്രം 1.7 ഫിഗർ 1.7 എയിൽ പറയുന്ന ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് I ആണ്. ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് ഏതാണ്, AB ആണ് അവിടെ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് അല്ലേ. ഇൻസിഡന്റ് ചെയ്യുന്നുള്ള ഏതാണ്, ഇൻസിഡന്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്, ഇൻസിഡന്റ് റേ ഏതാണ്, AB ആണ് അല്ലേ. അതായത് എയറിൽ നിന്ന് വാട്ടറിലേക്ക് കിടക്കുന്ന AB ആണ് ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. റിഫ്രാക്റ്റഡ് റേ ഏതാണ്, അതായത് പ്രതിപതിച്ച് പോയിട്ടുള്ള രശ്മി ഏതാണ്, അല്ലെങ്കിൽ അപവർത്തന രശ്മി ഏതാണ്, B to C ആണ് അല്ലേ, BC ആണ് അവിടെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് അല്ലേ. ഇനി അത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാണ്, I ഏതാണ്, ആ AB അതുപോലെ തന്നെ നോർമൽ തമ്മിലുള്ള കോണാണ് ഏത് I എന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, അതായത് കോൺ ABN ആണ് അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏതാണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ CBN ഡാഷ് ആണ്. ഓക്കെ, ആ CB എന്ന് പറഞ്ഞിട്ടുള്ള റിഫ്രാക്റ്റഡ് റേയും അതുപോലെ തന്നെ ലംബും, അതായത് ആ നോർമലും തമ്മിലുള്ള ആ കോണാണ് ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണോ വലുത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് വലുത്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ചെറുതാണ് അല്ലേ. അത് പതിക്കുന്ന പതന കോണാണ് വലുത്, പ്രതിപതന കോൺ അഥവാ അപവർത്തന കോൺ എന്ന് പറയുന്നത് അവിടെ ചെറുതാണ് അല്ലേ. അപ്പോൾ I ഈസ് ഗ്രേറ്റർ ദാൻ R എന്ന് പറയും. ഇനി രണ്ടാമത്തെ ചിത്രം എടുക്കുക. രണ്ടാമത്തെ ചിത്രത്തിൽ വാട്ടറിൽ നിന്ന് എയറിലേക്കാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ PQ ആണ് അവിടെ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്, QR ആണ് ഇവിടെ എന്ത് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് അല്ലേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അവിടെ ഏതാണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറഞ്ഞാൽ PQN ഡാഷ് ആണ് അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ആംഗിൾ RQN ആണ് അല്ലേ. ആംഗിൾ RQN ആണ് അവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറഞ്ഞാൽ ആംഗിൾ PQN ഡാഷ് ആണ്. ഓക്കെ,
ഇവിടെ ഏതാണ് വലുത്? ഓക്കെ, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ലെസ് ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ ചെറുതാണല്ലേ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ആംഗിൾ എന്താണ്? വലുതാണല്ലേ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ലെസ് ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ രണ്ട് ഫിഗറുകളുടെയും ഇതുപോലെ ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, പിന്നെ ഏതാണ് വലുതെന്ന് പറയുന്നതും ഇവിടെ നോട്ട് ചെയ്യുക. അതുപോലെ നോട്ട് ചെയ്ത് എഴുതുക കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളും നമ്മൾ നോക്കിയത് നമ്മൾ നേരത്തെ കണ്ട ചിത്രങ്ങൾ തന്നെയാണ്. ഇതിൽ ഹൗ ഡസ് ദ ഡിറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം എയർ ടു വാട്ടർ? അതായത് വായുവിൽ നിന്ന് ജലത്തിലേക്ക് ചെരിഞ്ഞ് പ്രവേശിക്കുന്ന പ്രകാശരശ്മിയുടെ ദിശാവ്യതിയാനം എപ്രകാരമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ചിത്രം നോക്കി എങ്ങനെയാണ്? അത് ഡീവിയേറ്റ്സ് ടുവാർഡ്സ് നോർമൽ ആണോ, ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ ആണോ? അതായത് ലംബത്തോട് അടുക്കുകയാണോ ചെയ്യുന്നത്, അതോ അനോർമലി നിന്ന് അകലുകയാണോ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ നിങ്ങൾക്ക് തോന്നണത്? ആ ചിത്രം നോക്കിക്കേ, എങ്ങനെയാ വരുന്നത്? ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? വായുവിൽ നിന്ന് ജലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലംബത്തോട് എന്താ ചെയ്യുന്നത്? ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ചിത്രം നമുക്ക് നോക്കാം. ചിത്രത്തിൽ കണ്ടില്ലേ നിങ്ങൾ? ഹൗ ഡസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം എയർ ടു വാട്ടർ? എയറിൽ നിന്ന് വാട്ടറിലേക്ക് പ്രകാശം ചെരിഞ്ഞ് കിടക്കുമ്പോൾ അതിൻ്റെ ചേഞ്ച്, ലൈറ്റിൻ്റെ ഡയറക്ഷൻ്റെ ചേഞ്ച് എങ്ങനെയാണ് ഇരിക്കും? അത് ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത്, നോർമലിനോട് അടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? കണ്ടില്ലേ? സി ബി എൻ ഡാഷ് അതിനെ നോക്കി. ആ സി ബി എന്ന് പറയുന്നത് എ ബി വന്ന പോലെ അല്ല. എ ബി എങ്ങനെ വന്നു? പതന രശ്മി, അതായത് ഇൻസിഡന്റ് റേ വന്നു. റിഫ്രാക്ടർ റേ എങ്ങനെയാണ്? ആ എൻ ഡാഷിനോട് അടുക്കുകയാണ് ചെയ്യുന്നത്, ലംബത്തിനോട് അടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കൂ. ഹൗ ഡസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം വാട്ടർ ടു എയർ? വാട്ടറിൽ നിന്ന് എയറിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞു കിടക്കുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെയായിരിക്കും നോക്കൂ. ഇതിലെങ്ങനെയാണ്? നോർമലിൽ നിന്ന് അടുക്കുകയാണോ? ഇവിടെ ഏതാണ്? പി ക്യു എന്ന് പറയുന്നതാണ് ഇൻസിഡന്റ് റേ. റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത്, അതായത് അപവർത്തനം സംഭവിച്ചു പോകുന്നത് എങ്ങനെയാണ്? ക്യു ആർ എന്ന് പറയുന്നത്, അതായത് നോർമലിനോട് അടുക്കുകയാണ് ചെയ്യുന്നത്, അകന്നാണ് പോകുന്നത്. നോർമലിനോട് അകന്നാണ് പോകുന്നത് അല്ലേ? നോക്കൂ അല്ലേ? ക്യു ആർ എന്ന് പറയുന്നത് എന്നിൽ നിന്ന് അകന്നു പോവാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമലിൽ നിന്ന് അകന്നു പോവാണ്. അതായത് വാട്ടറിൽ നിന്ന് എയറിലേക്ക് കടക്കുമ്പോൾ, ലൈറ്റ് ചെരിഞ്ഞ് കിടക്കുമ്പോൾ, ഒബ്ലിക്ലി ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് എങ്ങനെയായിരിക്കും? ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമലാണ്. വാട്ടറിൽ നിന്ന് എയറിൽ നിന്ന് വാട്ടറിലേക്ക് ആണെങ്കിൽ നോർമലിനോട് അടുക്കുകയും, വാട്ടറിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? അകന്നു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, മനസ്സിലായില്ലേ? ഇനി രണ്ട് ഡിഫറെൻ്റ് മീഡിയത്തിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഫിഗറുകളൊക്കെ ഒന്ന് നോക്കൂ. ഈ ചിത്രത്തിൽ നോക്കൂ. ഒബ്സർവ് ദ ഫിഗേഴ്സ് ദാറ്റ് ഷോ ലൈറ്റ് പാസിംഗ് ത്രൂ ഡിഫറെൻറ്റ് പെയേഴ്സ് ഓഫ് മീഡിയം. രണ്ട് ഡിഫറെൻറ്റ് മീഡിയത്തിൽ കൂടെ എങ്ങനെയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. എയറിൽ നിന്ന് വാട്ടറിലേക്ക് ഫിഗർ 1.8 എ, അതുപോലെ വാട്ടർ ടു ഗ്ലാസ്, അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് നോക്കുക. ഇനി which are the figures in which the ray of light enters obliquely from an optically denser medium to rarer medium? എന്താ അതിൽ ചോദിച്ചിരിക്കുന്നത്? അതായത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞ് പ്രവേശിക്കുന്നതായി കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞ് പ്രവേശിക്കുന്നതായി കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആദ്യം നോക്കണം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടിയത് ഏതിലാണ്? ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ
ഗ്ലാസ്സിലാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ അല്ലേ? ഏറ്റവും കുറവ് ഇതിലാണ്? എയറിലാണ് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്ലാസ്, പിന്നെ അതിലും കുറച്ച് കുറവ് ഏതാണ്? വാട്ടർ, പിന്നെ എയർ. ഏറ്റവും കുറവ് എയറിലാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പ്രകാശം ചെരിഞ്ഞ് കിടക്കുക. അപ്പോൾ രണ്ട് നോട്ട് ചെയ്യണം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നോട്ട് ചെയ്യണം, അതുപോലെ തന്നെ പ്രകാശം ഒബ്ലിക്കിലിയാണ്, അതായത് ലൈറ്റ് റേ ഒബ്ലിക്കിലി കിടക്കുന്നത് നമ്മൾ നോക്കണം. അങ്ങനെയുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് പ്രകാശം ജലത്തിലേക്കോ അല്ലെങ്കിൽ വായുവിലേക്കോ ചെരിഞ്ഞ് കിടക്കുന്ന ചിത്രങ്ങൾ നോക്കുക. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ ജലത്തിൽ നിന്ന് വായുവിലേക്ക് അല്ല, വായുവിൽ നിന്ന് ആദ്യത്തെ എയിൽ എന്താണ്? വായുവിൽ നിന്ന് ജലത്തിലേക്കാണ് കിടക്കുന്നത്, അതല്ല. ഇവിടെ ഗ്ലാസ്സിൽ നിന്ന് ജലത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ 1.8 ബി ഫസ്റ്റത്തെ ആദ്യത്തെ, പിന്നത്തെ രണ്ടാമത്തെ ചിത്രം ഏതായിരിക്കും വരിക? ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് കിടക്കുന്നത് 1.8 ഡി എന്ന ചിത്രം നോക്കുക. അതിലും പ്രകാശം എങ്ങനെയാണ് കിടക്കുന്നത്? അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ നിന്ന് കുറവിലേക്ക് പ്രകാശം ചെരിഞ്ഞ് കിടക്കുകയാണ്. ഡെൻസർ ടു റെയറർ മീഡിയത്തിലേക്ക് കിടക്കുന്ന രണ്ട് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ എഴുതി. കണ്ടില്ലേ? ഗ്ലാസ്സിൽ നിന്ന് ഏറ്റവും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയത് ഏതാണ്? ഇതിൽ ഗ്ലാസ് ആണ്. ഏറ്റവും കുറവ് ഏതാണ്? വാട്ടർ, എയർ അല്ലേ? അപ്പോൾ അത് ഏതൊക്കെ ചിത്രങ്ങളാണെന്ന് നോക്കേണ്ടത്, അത് നമ്മൾ എഴുതി. ചെരിഞ്ഞ് കിടക്കുന്നതും അതൊക്കെ നോട്ട് ചെയ്തിട്ട് എഴുതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദിസ് കേസ് വിച്ച് ഡിറക്ഷൻ ഡസ് ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്? അതായത് ഇവിടെ അപവർത്തനം സംഭവിക്കുന്ന രശ്മിയുടെ ദിശാവ്യതിയാനം എപ്രകാരമാണ്? ഇവിടെ അപവർത്തനം സംഭവിക്കുന്ന രശ്മിയുടെ ദിശാവ്യതിയാനം എങ്ങനെയാണ്? അതായത് അപവർത്തനം സംഭവിക്കാൻ പ്രതിപതിച്ച് പോകുന്നതിൻ്റെ ദിശാവ്യതിയാനം എങ്ങനെയാണ്? ടുവേർഡ്സ് ദ നോർമലാണോ അതോ എവേ ഫ്രം ദ നോർമലാണോ? എവേ ഫ്രം ദ നോർമൽ അല്ലേ? ബെൻസ് എവേ ഫ്രം ദ നോർമൽ. നോർമലിനോട് അകന്ന് പോവുകയാണ് ചെയ്യുന്നത്. നോർമൽ എന്ന് പറഞ്ഞാൽ ലംബം, ആ കുത്തിട്ടുള്ള വരയാണ്, നേരെ കാണുന്ന വരയാണ് ഇത് ലംബം എന്ന് പറയുന്നത്. അപ്പോൾ ലംബത്തോട് അകന്ന് പോവാൻ, ലംബത്തിൽ നിന്ന് അകന്ന് പോവാണ്, ലംബത്തോട് അടുക്കുകയല്ല ചെയ്യുന്നത്, ലംബത്തിൽ നിന്ന് അകന്ന് പോവാണ് ചെയ്യുന്നത് അല്ലേ? ഇനി നെക്സ്റ്റ്, ചൂസ് ദ ഫിഗേഴ്സ് ഇൻ വിച്ച് ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് ടുവാർഡ്സ് നോർമൽ. നോർമലിലേക്ക് അടുക്കുന്ന രണ്ട് ഫിഗേഴ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെ ഫിഗേഴ്സിലാണ് നോർമലിലേക്ക് അടുക്കുന്നത്? ടുവാർഡ്സ് നോർമൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? 1.8 എ നോക്കൂ. അതിൽ എയറിൽ നിന്ന് വാട്ടറിലേക്ക് കിടക്കുമ്പോൾ നോർമലിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അടുത്ത ചിത്രം ഏതാ? 1.8 എഫ് നോക്കൂ. അതിലെങ്ങനെയാണ്? നോർമലിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കിടക്കുമ്പോൾ നോർമലിനോട് അപവർത്തന രശ്മി എന്താണ്? അടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ബെൻസ് ടുവാർഡ്സ് ദ നോർമൽ. ഓക്കെ, രണ്ട് ചിത്രങ്ങൾ നോക്കി. ഇനി ഇൻ വിച്ച് സിറ്റുവേഷൻ വിൽ എ റേ ഓഫ് ലൈറ്റ് ഡീവിയേറ്റ്സ് ടുവാർഡ്സ് നോർമൽ ആസ് ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ? എന്താ അതിന് ചോദിച്ചിരിക്കുന്നത്? ലംബത്തോട് അടുക്കുന്ന സന്ദർഭങ്ങളിൽ പ്രകാശം ഏത് മാധ്യമത്തിൽ നിന്ന് ഏത് മാധ്യമത്തിലേക്കാണ് കടക്കുന്നത്? ഇൻ വിച്ച് സിറ്റുവേഷൻ വിൽ എ റേ ഓഫ് ലൈറ്റ് ഡീവിയേറ്റ് ടുവാർഡ്സ് ദ നോർമൽ ആസ് ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ? ഏത് മാധ്യമത്തിലേക്കാണ് കിടക്കുന്നത്? എങ്ങനെ? നോർമലിലേക്ക് അടുക്കുന്ന സന്ദർഭം ഏത് മാധ്യമത്തിൽ നിന്ന് ഏത് മാധ്യമത്തിലേക്ക് കിടക്കുമ്പോഴാണ്? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം ആണോ, ഓർ ഫ്രം ഒപ്റ്റിക്കലി റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം ആണോ? ഏതാണ്? അതായത് നോർമലിലേക്ക് അടുക്കുന്ന സന്ദർഭങ്ങൾ ഏതാണ്? ഒപ്റ്റിക്കലി റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം അല്ലേ? വെൻ എ റേ ഓഫ് ലൈറ്റ് enters from optically rarer to denser medium, it deviates towards the normal. നോർമലിനോട് അടുക്കുമോ എപ്പോൾ? ഏത് സന്ദർഭത്തിൽ? ഒപ്റ്റിക്കലി റെയറർ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് റേ ഒബ്ലിക്കലി കിടക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഡീവിയേറ്റ്സ് ടുവാർഡ്സ് ദ നോർമൽ. നോർമലിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ദർ ഇസ് നോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ ഫിഗേഴ്സ് 1.8 സി ആൻഡ് 1.8 ഇ.
വാട്ട് മേ ബി ദ റീസൺ. അതായത് ചിത്രം 1.8 1.8 പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നില്ല അല്ലേ? എന്തായിരിക്കാം കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കാം കാരണം? ദ ലൈറ്റ് എൻഡേഴ്സ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 0 ഓർ ഇൻസിഡൻറ്റ് റേസ് നോർമൽ ടു ദ സർഫസ്. എന്താ കാരണം? ലൈറ്റ് റേ എങ്ങനെയാണ് കിടക്കുന്നത്? പതനരശ്മി പ്രതലത്തിന് ലംബമായി പതിക്കുന്നതിനാൽ അവിടെ എന്താ വ്യതിയാനം സംഭവിക്കുന്നില്ല അല്ലേ? അങ്ങനെയല്ലേ? അതായത് ഒബ്ലിക്കലി കിടക്കുമ്പോഴാണ് ഒരു ലൈറ്റ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ഉള്ള ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ഒബ്ലിക്കലി ലൈറ്റ് എൻട്രേസ് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? അവിടെ റിഫ്രാക്ഷൻ ഉണ്ടാവുന്നത് അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ലംബമായിട്ടാണ്, അതായത് പെർപെൻഡിക്കുലറായിട്ടാണ് ലൈറ്റ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കിടക്കുന്നത്. ലംബമായിട്ട്, അതായത് പെർപെൻഡിക്കുലറായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്? 0 ആണല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്. ഇൻസിഡൻറ്റ് റേ ഈസ് നോർമൽ ടു ദ സർഫസ് ആണ് അല്ലേ? അതായത് ഇൻസിഡൻറ്റ് റേ സർഫസിനോട് എന്താണ്? നോർമലായിട്ടാണ്, ലംബമായിട്ടാണ് പതിക്കുന്നത്. പെർപെൻഡിക്കുലറായിട്ടാണ് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്. സോ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല, അപവർത്തനം സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതിൽ നിന്ന് നമുക്ക് കുറച്ച് ലോസ് പഠിക്കാനുണ്ട്. എന്താ പഠിക്കാനുള്ളത്? ലോസ് ഓഫ് റിഫ്രാക്ഷൻ, അപവർത്തന നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കത് നോക്കാം എന്താണെന്നുള്ളത്. When light enters from one medium to another, the incident ray, the refracted ray and the normal at the point of incidence will be on the same plane. എന്താ അതിൽ പറയുന്നത്? പ്രകാശം ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പതനരശ്മി ഇൻസിഡൻറ്റ് റേ, അതുപോലെ തന്നെ റിഫ്രാക്റ്റഡ് റേ, അതുപോലെ പതനബിന്ദുവിലെ ലംബം അതായത് നോർമൽ എന്നിവ ഒരേ തലത്തിലായിരിക്കും അല്ലേ? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പതനരശ്മി, അപവർത്തന രശ്മി, പതനബിന്ദുവിലെ ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും, അതായത് സെയിം പ്ലെയിനിലായിരിക്കും. When the light enters from one medium to another, the incident ray, the refracted ray, the normal at the point of incidence will be on the same plane. രണ്ടാമത്തെ ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എൻ ഒപ്റ്റിക്കലി റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം ഇറ്റ് ഡീവിയേറ്റ്സ് ടുവാർഡ്സ് ദ നോർമൽ. അത് നമ്മൾ കണ്ടു അല്ലേ? വെൻ ദ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി റെയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം ഇറ്റ് ഡീവിയേറ്റ്സ് ടുവാർഡ്സ് ദ നോർമൽ. എന്താ ഇതിൽ പറയണേ? പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. അതായത് ഇറ്റ് ഡീവിയേറ്റ്സ് ടുവാർഡ്സ് ദ നോർമൽ. ഓക്കെ, റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് ഒബ്ലിക്കലി കിടക്കുമ്പോൾ എന്താണ്? ഇറ്റ് ഡീവിയേറ്റ്സ് ടുവാർഡ്സ് ദ നോർമൽ. Okay, next, when a light enters from optically denser medium to a rarer medium, it deviates away from the normal. അല്ലേ? പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി എന്താണ്? ലംബത്തിൽ നിന്ന് അകലുന്നു. ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്ക് ലൈറ്റ് ഒബ്ലിക്കലി കിടക്കുമ്പോൾ ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ. നെക്സ്റ്റ് ലോ എന്താണ് പറയുന്നത്? ദ റേ ഇൻസിഡൻറ്റ് നോർമലി അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയംസ് ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. മാധ്യമത്തിൻ്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുകയില്ല. അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിച്ചു അല്ലേ? എ റേ ഇൻസിഡൻറ്റ് നോർമലി അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയംസ് ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. മാധ്യമത്തിൻ്റെ ആ സർഫസ് ഓഫ് സെപ്പറേഷനിലേക്ക് ലംബമായി പതിക്കുന്ന അല്ലെങ്കിൽ പെർപെൻഡിക്കുലറായിട്ട് പതിക്കുന്ന പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കുന്നില്ല? അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ എടുക്കുന്നുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.
നോട്ട് ചെയ്ത് പഠിക്കേണ്ടത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക, എഴുതി പഠിക്കേണ്ടത് എഴുതി പഠിക്കുക കേട്ടോ. എന്നാലാണ് നമുക്കത് കിട്ടുള്ളൂ. മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ കിട്ടത്തുള്ളൂ. ഇനി അങ്ങോട്ട് പുതിയ ഭാഗങ്ങൾ എടുക്കുമ്പോൾ പഴയ ഭാഗങ്ങൾ നന്നായിട്ട് അറിഞ്ഞാൽ തന്നെയാണ് പുതിയ ഭാഗത്തേക്ക് കിടക്കുമ്പോൾ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.